നമസ്കാരം. ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ ലക്ഷക്കണക്കിന് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ കാത്തിരുന്ന ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ജൂലൈ മാസം മുതൽ ഗുണഭോക്താക്കളെ നേരിട്ട് ബാധിക്കുന്ന ചില പ്രധാന നടപടികൾ സർക്കാർ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണെന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഒരാളും പകുതി നിർത്താതെ അവസാനം വരെ കാണണമെന്ന് ആദ്യം തന്നെ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ജൂൺ മാസത്തെ 2000 രൂപ പെൻഷൻ വിതരണത്തിന്റെ ഏറ്റവും പുതിയ സ്ഥിതി എന്താണ്, ഇനി ആരൊക്കെയാണ് പെൻഷൻ അർഹരാകുക, അർഹത പരിശോധന എങ്ങനെയായിരിക്കും, വരുമാന പരിധിയിൽ മാറ്റമുണ്ടാകുമോ, വീട്ടിൽ AC ഉള്ളവർക്ക് എന്താണ് പുതിയ സാഹചര്യം, വാഹനമുള്ളവർക്ക് എന്തെങ്കിലും ഇളവുണ്ടോ, ഇതിലും പ്രധാനമായി സർക്കാർ പലതവണ പറഞ്ഞുകൊണ്ടിരിക്കുന്ന 3000 രൂപ പെൻഷൻ യാഥാർത്ഥ്യമാകുമോ എന്നതടക്കമുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. അതുകൊണ്ട് വീഡിയോ മുഴുവനായും കാണുക. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നോക്കാം. സംസ്ഥാന സർക്കാർ ജൂൺ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട്. ഈ തുകയുടെ വിതരണം ജൂൺ 24 മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാർ നൽകിയ നിർദ്ദേശപ്രകാരം ജൂലൈ 3-നകം വിതരണം പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യം. അതുകൊണ്ട് ചിലർക്ക് നേരത്തെ തന്നെ തുക അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ടാവും, ചിലർക്ക് ഇപ്പോഴും എത്തിയിട്ടുണ്ടാവില്ല. ഇതാണ് സാധാരണമായ കാരണം എല്ലാ ജില്ലകളിലും എല്ലാ ബാങ്കുകളിലും ഒരേ ദിവസം പണം എത്താറില്ല. ബാങ്കുകളുടെ പ്രോസസ്സിംഗ് സമയവും സഹകരണ ബാങ്കുകളുടെ വിതരണ രീതിയും അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അതിനാൽ ഇന്ന് ലഭിച്ചില്ലെങ്കിൽ പോലും ഉടൻ തന്നെ ലഭിക്കില്ലെന്ന് കരുതി ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. ജൂലൈ മാസം 3-ാം തീയതി വരെ നമ്മൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് നേരിട്ട് ബാങ്ക് അക്കൗണ്ടിൽ പണം വരുമോ, അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചാണോ പണം നൽകുക എന്നുള്ളത്. ഇത് ഗുണഭോക്താവിന്റെ രജിസ്ട്രേഷൻ രീതിയെ ആശ്രയിച്ചിരിക്കുന്നു. ബാങ്ക് അക്കൗണ്ട് ബന്ധിപ്പിച്ചിട്ടുള്ളവർക്ക് തുക നേരിട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണ്. മറ്റു ചിലർക്കാകട്ടെ സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിലെത്തി തുക കൈമാറുന്ന രീതിയും തുടരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ അയൽവാസിക്ക് അക്കൗണ്ടിൽ വന്നതുകൊണ്ട് നിങ്ങൾക്കും അതേ ദിവസം വരണമെന്നില്ല. ഇപ്പോൾ മറ്റൊരു പ്രധാന കാര്യം, പലർക്കും അക്കൗണ്ടിൽ 2000 രൂപ എത്തിയിട്ടുണ്ട്, എന്നാൽ പണം ലഭിച്ച ഉടൻ തന്നെ അത് പിൻവലിക്കണമോ എന്ന ചോദ്യവും പലരും ചോദിക്കുന്നുണ്ട്. ഇതിന് നിർബന്ധം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് അക്കൗണ്ടിൽ തുക സുരക്ഷിതമായി തുടരും, ആവശ്യമുള്ള സമയത്ത് പിൻവലിക്കാം. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നതാണ്, എനിക്ക് 1800 രൂപ മാത്രമേ വന്നിട്ടുള്ളൂ എന്നുള്ളതെല്ലാം. അതൊരു പക്ഷേ നിങ്ങൾ ബാങ്കുമായി ട്രാൻസാക്ഷൻ പരിശോധിക്കേണ്ടതാണ്. കാരണം ഒരുപക്ഷെ ബാങ്ക് പ്രോസസ്സിംഗ് ഫീസ് അതുപോലുള്ള വാർഷിക ഫീസ് എന്തെങ്കിലും ചാർജ് ചെയ്തത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ 1800 രൂപ അക്കൗണ്ടിൽ കയറിയത് ഒരുപക്ഷെ ഇതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പരിശോധിക്കണം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ചോദ്യം, എനിക്കിതുവരെ പെൻഷൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ളവർ ആദ്യം ചെയ്യേണ്ടത് പരിഭ്രാന്തരാകാതിരിക്കുക എന്നതാണ്. വിതരണം ഘട്ടമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കുക, അതിനുശേഷം നിങ്ങളുടെ സഹകരണ ബാങ്കിലോ പെൻഷൻ വിതരണം നടത്തുന്ന സ്ഥാപനങ്ങളിലോ വിവരങ്ങൾ അന്വേഷിക്കുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ, ആധാർ ബന്ധിപ്പിക്കൽ, മറ്റ് വിവരങ്ങൾ എന്നിവയിൽ പ്രശ്നമുണ്ടോ എന്നും പരിശോധിക്കുക. ഇവ ശരിയായിരിക്കുമ്പോൾ സാധാരണയായി വിതരണം പൂർത്തിയാകുന്ന സമയത്തിനുള്ളിൽ തുക ലഭിക്കുന്നതാണ്. ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാം. ജൂലൈ മാസം മുതൽ സർക്കാർ ഗുണഭോക്താക്കളുടെ അർഹത വീണ്ടും പരിശോധിക്കുന്ന നടപടികൾ ആരംഭിക്കുമെന്ന സൂചന നൽകിയിട്ടുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ആരെയും ബുദ്ധിമുട്ടിക്കുക എന്നതല്ല, പകരം യാഥാർത്ഥത്തിൽ അർഹരായവർക്ക് പെൻഷൻ കൃത്യമായി ലഭിക്കുന്നു എന്ന് ഉറപ്പാക്കാനാണ്. വർഷങ്ങളായി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടും ഇപ്പോഴും പെൻഷൻ വാങ്ങുന്നവർ ഉണ്ടോ, അതേപോലെ നിയമപ്രകാരം അർഹത നഷ്ടപ്പെട്ടിട്ടും പട്ടികയിൽ തുടരുന്നവർ ഉണ്ടോ, ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാ ഗുണഭോക്താക്കളും തങ്ങളുടെ വിവരങ്ങൾ ശരിയാണോ ഉറപ്പാക്കേണ്ട സമയമാണിത്. പലരും ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, ഇത്ര വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പരിശോധന എന്തിനാണെന്നുള്ളത്. കാരണം ക്ഷേമ പെൻഷൻ സർക്കാർ നൽകുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ സഹായമാണല്ലോ. അതുകൊണ്ട് ഈ സഹായം ഏറ്റവും അർഹരായവർക്ക് എത്തേണ്ടതാണ്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടും ഇപ്പോഴും പുതിയ വരുമാന സ്രോതസ്സുകൾ ലഭിച്ചവരും ഇപ്പോഴും പട്ടികയിൽ തുടരുന്നുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തിൽ സഹായം ആവശ്യമുള്ളവർക്ക് അത് വൈകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ടാണ് കാലാകാലങ്ങളിൽ ഗുണഭോക്തൃ പരിശോധന നടക്കുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, ഇപ്പോൾ തന്നെ എല്ലാവരുടെയും പെൻഷൻ നിർത്തിയെന്നോ എല്ലാവരെയും ഒഴിവാക്കിയെന്നോ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. അതുകൊണ്ട് ഭയപ്പെടേണ്ടതില്ല. പരിശോധന എന്നത് വിവരങ്ങൾ പരിശോധിക്കുന്ന നടപടിയാണ്. അതിനാൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന എല്ലാ വാർത്തകളും വിശ്വസിക്കാതെ ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം ആശ്രയിക്കണം. അതുപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു സാധാരണ ധനസഹായമല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾക്കും വിധവകൾക്കും ഭിന്നശേഷിക്കാർക്കും അവിവാഹിതരായ 50 വയസ്സിന് മുകളിലുള്ള ചില വനിതകൾക്കും സർക്കാർ നൽകുന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ് ഇത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഈ പെൻഷൻ ലഭിക്കില്ല. സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമാണ് ഈ സഹായം നൽകുന്നത്. അതേസമയം ഒരു വ്യക്തി അപേക്ഷ നൽകിയ സമയത്ത് അർഹനായിരുന്നാലും പിന്നീട് അദ്ദേഹത്തിന്റെ സാമ്പത്തിക സാഹചര്യം മാറിയാൽ സർക്കാർ രേഖകളിൽ പരിശോധിച്ച് തുടർ അർഹത വിലയിരുത്താൻ കഴിയും. ഇതിനാലാണ് ഇടയ്ക്കിടെ ഗുണഭോക്തൃ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്ന വിഷയം വരുമാന പരിധിയാണ്. നിലവിലുള്ള മാനദണ്ഡങ്ങൾ പ്രകാരം നിർദ്ദിഷ്ട പരിധിക്ക് താഴെയുള്ള കുടുംബ വാർഷിക വരുമാനമുള്ളവർക്കാണ് ക്ഷേമ പെൻഷൻ അർഹത. സമീപകാലത്ത് വരുമാന പരിധി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ജീവിത ചെലവ് വർദ്ധിച്ചതും വിലക്കയറ്റവും കണക്കിലെടുത്ത് പരിധി ഉയർത്തണമെന്ന അഭിപ്രായം നിരവധി സംഘടനകളും ഗുണഭോക്താക്കളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കണം. വരുമാന പരിധി ഔദ്യോഗികമായി മാറ്റിയതായി സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിട്ടില്ല. വരുമാന പരിധി ഇപ്പോഴും 1 ലക്ഷം രൂപ തന്നെയാണ് പറയുന്നത്, വാർഷിക വരുമാന പരിധി. അതിനാൽ സോഷ്യൽ മീഡിയയിൽ ഇനി എല്ലാവർക്കും പെൻഷൻ കിട്ടും, വരുമാന പരിധി ഇരട്ടിയായി എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളും സ്ഥിരീകരിക്കാത്തവയായിരിക്കും. ഔദ്യോഗിക സർക്കാർ ഉത്തരവ് വന്നാൽ മാത്രമേ അതും പ്രാബല്യത്തിൽ വരികയുള്ളൂ. അതുപോലെ AC കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. വീട്ടിൽ AC ഉണ്ടെങ്കിൽ പെൻഷൻ റദ്ദാക്കുമോ എന്നുള്ളത്. പലരും ഈ ചോദ്യമാണ് കമന്റ് ബോക്സിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, വീട്ടിൽ AC ഉള്ളത് സാമ്പത്തിക ശേഷിയുടെ ഒരു സൂചകമായി ചില മാനദണ്ഡങ്ങളിൽ പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ഒരേപോലെ അല്ലല്ലോ. ഉദാഹരണത്തിന് ഒരു ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ള ഒരു രോഗിക്ക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എയർ കണ്ടീഷണർ ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാവാം. അത്തരം സാഹചര്യങ്ങളിൽ മനുഷ്യാവകാശപരമായ സമീപനം സ്വീകരിക്കണമെന്ന ആവശ്യങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. ഈ വിഷയങ്ങളിൽ ഇളവുകൾ നൽകുന്നതിനെ കുറിച്ച് സർക്കാർ തലത്തിൽ ചർച്ചകൾ നടന്നതായി റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. AC ഉള്ള എല്ലാവർക്കും ഇനി പെൻഷൻ തുടരുമെന്ന തരത്തിൽ ഔദ്യോഗിക തീരുമാനം നിലവിൽ പ്രഖ്യാപിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ സർക്കാർ പുറത്തിറക്കുന്ന ഉത്തരവുകൾ ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു കാര്യം വാഹനത്തിന്റെ കാര്യമാണ്. അതായത് വാഹനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കുമോ എന്നുള്ള ചോദ്യം. പലർക്കും ചെറിയ ഇരുചക്ര വാഹനങ്ങളുണ്ട്, ചിലർക്ക് പഴയ സ്കൂട്ടറോ മോട്ടോർ സൈക്കിളോ മാത്രമാണ്. അതുകൊണ്ട് മാത്രം സാമ്പത്തിക സമ്പന്നരെന്ന് പറയാൻ സാധിക്കില്ല. അതുപോലെ തന്നെ 1000 cc ഉള്ള ഒരു കാറാണ് നിങ്ങളുടെ സെക്കൻഡ് ഹാൻഡ് കാറാണെന്നുള്ളത് ഒരു കാര്യം ഓർത്തു വെക്കുക. ഇതൊക്കെ കൊണ്ട് മാത്രം സാമ്പത്തികമായി സമ്പന്നരാണെന്നും പറയാൻ സാധിക്കില്ല എന്ന അഭിപ്രായം പല ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. ഇതും സർക്കാർ പരിശോധിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ വാഹനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളിൽ മാറ്റം വരുമോ എന്നത് സർക്കാർ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. പക്ഷെ നിലവിൽ എല്ലാ വാഹന ഉടമകൾക്കും പെൻഷൻ ഉറപ്പായി തുടരുമോ, എല്ലാവരുടെയും പെൻഷൻ റദ്ദാക്കുമോ ഔദ്യോഗിക പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. ഗുണഭോക്തൃ പരിശോധന ആരംഭിച്ചാൽ സർക്കാർ വിവിധ രേഖകൾ പരിശോധിച്ചേക്കാം. ഉദാഹരണത്തിന് അപേക്ഷയിലെ വിവരങ്ങൾ ഇപ്പോഴും ശരിയാണോ, കുടുംബത്തിന്റെ സാമ്പത്തിക സാഹചര്യം മാറിയിട്ടുണ്ടോ, വരുമാനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിൽ മാറ്റമുണ്ടോ, സർക്കാർ രേഖകളിൽ പുതിയ വിവരങ്ങൾ ചേർത്തിട്ടുണ്ടോ, അർഹതാ മാനദണ്ഡങ്ങൾ ഇപ്പോഴും പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാനാണ് സാധ്യത വരുന്നത്. എന്നാൽ എല്ലാ ഗുണഭോക്താക്കളുടെയും വീട്ടിൽ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ എത്തുമെന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടതില്ല. പരിശോധനയുടെ രീതി സംബന്ധിച്ച ഔദ്യോഗിക നിർദ്ദേശങ്ങളാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഇപ്പോൾ ചിലർ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം, എന്തിനാണ് സർക്കാർ ഇത്രയും പരിശോധന നടത്തുന്നുള്ളത്? ഇതിന് പ്രധാന കാരണം സർക്കാർ ചെലവഴിക്കുന്ന ക്ഷേമനിധി യാഥാർത്ഥ അർഹരിലേക്ക് എത്തിക്കുക തന്നെയാണ്. ഒരു വ്യക്തിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സ്വയം പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതും സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമാണ്. അത് തന്നെയാണല്ലോ, അത് പലരും അങ്ങനെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ ചെയ്താൽ സഹായം കൂടുതൽ അർഹരായ മറ്റൊരാൾക്ക് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആശയം. അതിന് പല യൂട്യൂബ് ചാനലുകളിലും ഫേസ്ബുക്ക് പോസ്റ്റുകളിലും വാട്സപ്പിലും പലവിധ വാർത്തകളാണ് ഇപ്പോൾ ഞാൻ കാണുന്നത്. ഇന്നു മുതൽ എല്ലാവർക്കും പെൻഷൻ റദ്ദാക്കി, AC ഉണ്ടെങ്കിൽ ഒഴിവാക്കും, വാഹനമുണ്ടെങ്കിൽ പട്ടികയിൽ നിന്ന് പുറത്ത്.
ഇങ്ങനെയുള്ള പല വാർത്തകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതൊക്കെ ശ്രദ്ധിക്കുക. ഇനി അടുത്ത പ്രധാന കാര്യം, കഴിഞ്ഞ കുറെ മാസങ്ങളായി 3000 രൂപ ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള ചർച്ചകളാണ്. സാമൂഹ്യ സംഘടനകളും വിവിധ രാഷ്ട്രീയ നേതാക്കളും പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ ഭാഗത്തു നിന്നും ഭാവിയിൽ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന വാഗ്ദാനങ്ങൾ പലതവണ ആവർത്തിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ വരെ 3000 രൂപ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചതായി ഔദ്യോഗിക സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടില്ല. ഇത് വളരെ വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം. സോഷ്യൽ മീഡിയയിൽ 3000 രൂപ പെൻഷൻ വിതരണം തുടങ്ങി, 3000 രൂപ പെൻഷൻ അടുത്ത മാസം മുതൽ, ഇങ്ങനെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. യൂട്യൂബിൽ പ്രധാനമായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് അതൊന്നും വിശ്വസിക്കരുത്. ഇതിന് എന്തുകൊണ്ട് 3000 രൂപ എന്ന ആവശ്യം ഉയരുന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. ഇതിന് പിന്നിൽ കുറെ യഥാർത്ഥമായ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സാധനങ്ങളുടെ വില വലിയ തോതിലാണ് വർദ്ധിച്ചിരിക്കുന്നത്. അതുപോലെ മരുന്നിന്റെ വില, ആശുപത്രി ചെലവ്, വൈദ്യുതി ബിൽ, ദൈനംദിന ജീവിത ചെലവും വർദ്ധിച്ചു. ഇത്തരം സാഹചര്യങ്ങളിൽ നിലവിലുള്ള പെൻഷൻ തുക പലർക്കും മതിയാകുന്നില്ലെന്ന് ഗുണഭോക്താക്കളുടെ അഭിപ്രായം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോജനങ്ങൾക്കും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്കും പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരുന്നുണ്ട്. ഇപ്പോൾ മറ്റൊരു വശവും നമുക്ക് മനസ്സിലാക്കണം. ക്ഷേമ പെൻഷൻ വിതരണം വലിയൊരു സാമ്പത്തിക ബാധ്യതയാണ് സർക്കാരിന്. പ്രതിമാസം ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് സർക്കാർ തുക നൽകേണ്ടി വരുന്നുണ്ട്. പെൻഷൻ 2000 രൂപയിൽ നിന്നും 3000 രൂപയാക്കണമെങ്കിൽ സർക്കാരിന് അധിക സാമ്പത്തിക ബാധ്യത ഉണ്ടാവും. അതിനാൽ ഇത്തരമൊരു തീരുമാനമെടുക്കുമ്പോൾ സർക്കാരിന് സാമ്പത്തിക സാഹചര്യം കൂടി വിലയിരുത്തേണ്ടി വരും. അതുകൊണ്ട് തന്നെ വാഗ്ദാനം ഉണ്ടായാലും ഔദ്യോഗിക തീരുമാനം വരുന്നത് വരെ കാത്തിരിക്കേണ്ട സാഹചര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനർഹരായ ആൾക്കാരുണ്ട്. അവരിനെല്ലാം ഒരുപക്ഷെ ഇതിൽ നിന്ന് പുറത്താക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ ഏകദേശം ഒരു തീരുമാനമാകുമെന്ന് പ്രതീക്ഷിക്കാം. സർക്കാർ മറ്റൊരു പ്രധാന കാര്യം അറിയിച്ചിട്ടുണ്ട്. സാമ്പത്തികമായി ഇപ്പോൾ നല്ല നിലയിൽ എത്തിയവർക്ക് സ്വമേധയാ ക്ഷേമ പെൻഷൻ ഒഴിവാക്കാനുള്ള അവസരമുണ്ട്. ഇത് നിർബന്ധിത നടപടിയല്ല, പക്ഷേ സർക്കാർ സഹായം യഥാർത്ഥത്തിൽ ആവശ്യമായവർക്ക് ലഭ്യമാക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അതിനായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷൻ ഓഫീസുമായി ബന്ധപ്പെടാം. ആവശ്യമായ അപേക്ഷ നൽകി പദ്ധതിയിൽ നിന്നോ സ്വമേധയാ പിന്മാറാൻ സാധിക്കും. ഇനി പുതിയ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപേക്ഷ നൽകുമ്പോൾ എല്ലാ വിവരങ്ങളും കൃത്യമായിരിക്കണം. ആധാർ വിവരങ്ങൾ, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, വിലാസം, കുടുംബ വിവരങ്ങൾ, ഇതിൽ തെറ്റുണ്ടാവരുത്. ബാങ്ക് അക്കൗണ്ട് സജീവമാണെന്ന് ഉറപ്പാക്കുക. മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട ഓഫീസിൽ അറിയിക്കുക. രേഖകളിൽ തെറ്റുണ്ടെങ്കിൽ പിന്നീട് തിരുത്താൻ കൂടുതൽ സമയം വേണ്ടിവരും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എല്ലാ വിവരങ്ങളും ശരിയാണെന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യങ്ങളാണ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഒന്ന് പരിശോധിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ഷേമ പെൻഷൻ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ പ്രധാന വരുമാന സ്രോതസ്സാണെന്ന് എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഓരോ വാർത്തയും ശരിയായി മനസ്സിലാക്കി ഔദ്യോഗിക വിവരങ്ങൾ മാത്രം വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വളരെ പ്രധാനമാണ്. പുതിയൊരു സർക്കാർ ഉത്തരവ്, പെൻഷൻ വർധനയുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പോ, അർഹതാ പരിശോധനയുടെ പുതിയ വിശദാംശങ്ങളോ വന്നാൽ അതിന്റെ പൂർണ്ണ വിവരങ്ങളുമായി ഞങ്ങൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.